നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ തൻ്റെതായ ഭാവുകത്വം സൃഷ്ടിച്ച VK പ്രകാശ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. VKPയുമായി ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തൂടെയുള്ള പ്രയാണം തുടരുകയാണ്. മലയാള സിനിമയ്ക്ക് വേണമെങ്കിൽ ഒരു വഴിത്തിരിവെന്ന് പറയാവുന്നത് ഇവിടെയാണ്. ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും ഇത് ഒരു വളരെ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഫിലിം. നിങ്ങളുടെ ഒരു പരസ്യ സംവിധാന കല ഇതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. ആ പാട്ടിൽ പോലും. അതെ അതെ തീർച്ചയായിട്ടും. അത് പക്ഷേ കാൻഡിഡായിട്ട് ഷൂട്ട് ചെയ്തതാണ്. നത്തിങ് പ്ലാൻ. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തായിരുന്നില്ല. അവിടെ മഴ പെയ്തപ്പോൾ അവിടെ അനൂപിനോട് ഒഴിച്ചിരുത്തി അങ്ങനെ. അല്ലാതെ ഒന്നും അങ്ങനെ അല്ല, എല്ലാം അങ്ങനെയാണെന്നാണല്ലോ അനൂപ്. അതെ, ഇംപ്രവൈസ്ഡ് ആയിരുന്നു. ആ പടത്തിൽ ഒരുപാട് ഇംപ്രവൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതും ഏകദേശം ഓൾമോസ്റ്റ് ഇംപ്രവൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള. മഴ പെയ്യുമ്പോൾ മഴയത്ത് ഷൂട്ട് ചെയ്തതും നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്തതും. പിന്നെ ഞാൻ എൻ്റെ ഒരു സിനിമ കരിയർ എടുത്ത് ഞാൻ ഐ ട്രൈ ടു എക്സ്പെരിമെൻറ്റ് എവറി ടൈം. അത് ഒരേ ജോണറിൽ പോവാതെ ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരേ ജോണറിൽ പോകുന്ന ആ സ്വഭാവമാണ് ഒരുപക്ഷെ പലരെയും നശിപ്പിക്കുന്നത്. അതെ, പക്ഷേ ഇത് ചിലപ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരുപാട് പരാജയം. ഈ പടത്തിന് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുളിനോ? ബ്യൂട്ടിഫുൾ ഉണ്ടായിരുന്നില്ല. ബ്യൂട്ടിഫുളിനെ സംബന്ധിച്ചിടത്തോളം ഐ റിമെമ്പർ, ഞാൻ ജയനെ കാണാൻ പോയതാ. ജയൻ്റെ കാലൊടിഞ്ഞിട്ട് ഒരു ദിവസം ജയൻ്റെ വീട്ടിൽ പോയതാ. ജയൻ വാസ് ലൈങ് ഡൗൺ ആൻഡ് ജയൻ വാസ് ടെലിങ് മീ ഇങ്ങനൊരു കഥ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എനാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എടാ ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ എന്ന്. അപ്പം തന്നെ ഞാൻ അനൂപിനെ വിളിച്ചു. ആ മൊമെൻറ്റിൽ വെൻ യു ആർ ഷൂട്ടിംഗ് എ ഫിലിം വാട്ട് യു എൻജോയ്, അല്ലെങ്കിൽ വെൻ യു ഡു എ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇപ്പം പണ്ട് ഞാൻ പറയും സിനിമാ തിയേറ്ററിൽ പോയിരുന്നിട്ട് അതിൻ്റെ ഒരു മണമുണ്ട്. അതൊരു എക്സൈറ്റ്മെൻ്റ് ആ മണം. ആ മണം അത് നഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ താങ്കൾക്ക് പുതിയ അത് നത്തോലിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു കുട്ടി തിയേറ്ററിൽ നിന്ന് ജനിച്ചിട്ട് ആ ശങ്കർ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെറിയ മീനല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നെഞ്ഞോടടുത്ത് കിടക്കുമ്പോൾ അന്ന് ഞാൻ അമ്മാവൻ്റെ ഷർട്ടിലുണ്ടായിരുന്ന ബീഡിപ്പുക, സിനിമാ തിയേറ്ററിൻ്റെ ബീഡിപ്പുക എനിക്ക് കിട്ടി. അതുകൊണ്ട് എൻ്റെ മീഡിയം സിനിമയാണ് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു. ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൊരു സിനിമയാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അശ്ലീല പ്രയോഗങ്ങൾ, തലമുറയെ വഴിതെറ്റിക്കല്. തലമുറയൊക്കെ നമ്മൾ വഴിതെറ്റിക്കണോ സാർ? ആരോപണങ്ങളെ കുറിച്ചാണ്. തലമുറകളെ നമ്മളൊന്നും, അവരെല്ലാവരും സ്മാർട്ടാണ്. തലമുറ വളരെ സ്മാർട്ടാണ്. ഇത് നമ്മൾ സിനിമയിൽ പറയുന്നതേ ഉള്ളൂ. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്ന് പറയുന്നതിൽ കുറേ ബീപ്പ് പഠിപ്പിച്ചു. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ ക്യാരക്ടറൈസേഷനും പറയുന്നത് വളരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോണറിൽ ഒരു സിനിമ ചെയ്യരുത്. വൺസ് യു ഡിസൈഡഡ് ടു ഡു ഇൻ ദാറ്റ് ജോണർ എ സിനിമ, അതിന്റെ ഇന്റൻസിറ്റി ചെയ്യണം. അത് ഇന്റൻസിറ്റി ഇല്ല അതിന്റെ. ഒരിക്കലും നമ്മൾ ഇതിനെ ഒരു ട്രിവാൻഡ്രം ബ്ലോഡ്ജ് എടുത്തിട്ടൊരു ആൾക്കാരെ ടിക്കിൾ ചെയ്ത് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്ത സിനിമയല്ല അത്. സിനിമ ഇങ്ങനെ ഓടുന്ന പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇഫ് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് സീ ഇറ്റ്, ഒരു ഫെസ്റ്റിവൽ പേസിംഗ് ഉള്ളൊരു സിനിമയാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഒരു മാസ് പേസിംഗ് ഉള്ള സിനിമയല്ല. പിന്നെ ആ ഒരു ജോണറിൽ സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള 100% ഇൻറ്റൻസിറ്റിയോടുകൂടിയും അതിൻ്റെ ഡെപ്തോടും കൂടി ചെയ്യാന്നുള്ളതാണ്. അവിടെ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ പറയണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. സിനിമയ്ക്ക് അങ്ങനെ നീളമായിട്ടൊരു ഭാഷയും ശൈലിയും ഒന്നും ഇല്ല. നിങ്ങളുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവിഷ്കാരമാണ് സിനിമ.